നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും പ്രചാരണ സംവിധാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന മാറ്റം ഉത്തരേന്ത്യയിലെ ഇലക്ഷൻ റിസൾട്ടിനെ നല്ല രീതിയിൽ തന്നെ സ്വാധീനം ചെലുത്തുമെന്ന കാര്യം ഉറപ്പാണ്. ആദിവാസി ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് കിട്ടുന്ന സംവരണത്തെ BJPയും അവരുടെ പരസ്പരം മൂടുതാങ്ങി നടക്കുന്ന RSSും കാലാകാലങ്ങളായി എതിർത്തു പോരുന്ന ഒരു കാര്യമാണ്. ഹിന്ദുക്കളല്ലാത്ത മറ്റു പൗരന്മാരെ വെറും മൂന്നാംകിടക്കാരായാണ് BJP കാണുന്നത്. ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെട്ട കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ജാതി ആവശ്യകത കൂടി പറഞ്ഞതോടെ സവർണ വിഭാഗങ്ങൾക്ക് മേധാവിത്വ സമീപനം പുലർത്തുന്ന സംഘപരിവാർ അതിനെ പ്രതിരോധിക്കാനും കടന്നാക്രമിക്കാനും ഒട്ടുമേ മടി കാണിച്ചിരുന്നില്ല. എന്നാൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനം അവർ പ്രതീക്ഷിച്ച രീതിയിൽ വരില്ലെന്ന് കണ്ടപ്പോൾ വോട്ടർമാരിൽ വർഗീയ വിദ്വേഷം ചെലുത്തി അവരെ വേർതിരിക്കുകയാണ് പോംവഴി എന്ന വെളിപാടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രചാരണ സൂത്രത്തിൽ വർഗീയത ഊതിപ്പെരുപ്പിക്കാൻ മോദിയും പരിവാരങ്ങളും നിർബന്ധിതരായത്. പെരുപ്പിച്ച് എല്ലാ പരിവാരങ്ങളും ഇപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം കയ്യിന്ന് പോയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഓരോ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമ്പോഴും വളരെ സന്തുഷ്ടനായിട്ടാണ് പുതിയത് മോദി അണിയുന്നത്. അതിനുത്തമ ഉദാഹരണമാണ് ദളിത് പിന്നോക്ക സംവരണത്തിന്റെ മോദിയുടെ പുതിയ മുഖം. കാപട്യം നിറഞ്ഞ യഥാർത്ഥ മുഖത്തെ മറച്ചു പിടിച്ചുകൊണ്ടാണ് അവരുടെ സംരക്ഷകനായി മോദി പ്രചാരണത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ യാദൃശ്ചികമായി അതുണ്ടാക്കിയ ആഘാതത്തിൽ ഉത്തരേന്ത്യയിലും ബീഹാറിലും മാറ്റാൻ കഴിയാത്ത ഭയങ്കരമായ ദുഃഖത്തിലാണ് ശിങ്കിടികളായി പ്രവർത്തിക്കുന്ന BJP പ്രവർത്തകർക്ക് ഇപ്പോഴുള്ളത്. അതായത് മോദിയുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ആ ഐഡിയയും ഫലിച്ചില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി മുത്തലാഖിന്റെയും ഏകീകൃത സിവിൽ കോഡിന്റെയും പേരിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഉത്തരേന്ത്യയിലും ബീഹാറിലുമൊക്കെ ജാതി ശ്രേണിയിൽ മാറ്റി നിർത്തപ്പെട്ട പസ്മന്ത മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താനുള്ള ശ്രമങ്ങൾക്കാണ് മോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങൾ ഇപ്പോൾ വിനയായി പരിണമിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് ഇന്ത്യ സഖ്യത്തിനും സഖ്യത്തിന്റെ ഭാഗമായ CPI, CPIM, CPIML എന്നീ ഇടത് പാർട്ടികളുടെയും ദാക്ഷിണ്യ മനോഭാവത്തെ നിർണായകമായും സ്വാധീനിക്കുമെന്ന കാര്യം രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇപ്പോഴും അവിടെ ചെന്ന് നോക്കിയാൽ പോളിംഗ് നടക്കുന്ന മണ്ഡലങ്ങളിലെ പസ്മന്ത മുസ്ലിം ഗ്രാമങ്ങളിൽ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് പോലും കടക്കാനാകാതെ ചെറുത്തു നിൽക്കേണ്ട അവസ്ഥയാണ് BJP ന്യൂനപക്ഷ സെൽ പ്രവർത്തകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. BJPയുടെ കാപട്യം നിറഞ്ഞ പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് ആ പാർട്ടിയുടെ ന്യൂനപക്ഷ സെൽ പ്രവർത്തനങ്ങളിൽ സജീവമായ നൂറുകണക്കിന് മുസ്ലിം പസ്മന്ത നേതാക്കളും പ്രവർത്തകരുമാണ് ഇപ്പോൾ ആകെ വിഷമത്തിലായിരിക്കുന്നത്. ബീഹാറും മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ സംവരണ അവകാശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് പിന്നോക്ക സമുദായങ്ങളിലും അതീവ പിന്നോക്ക സമുദായങ്ങളിലും പെട്ട മുസ്ലിം ജനവിഭാഗങ്ങൾ അതെല്ലാം നഷ്ടപ്പെടുമെന്ന ഭയത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. മോദിയുടെ പ്രസംഗത്തിൽ പ്രകടമായ മുസ്ലിം വിരുദ്ധതയും അതിഭയങ്കരമായ കനത്ത പരിഹാസവും അവരെ നല്ലപോലെ ദേഷ്യത്തിലാക്കിയിട്ടുണ്ട്. UPയിൽ പല സ്ഥലങ്ങളിലും മുസ്ലിം വോട്ടർമാരെ തല്ലിയൊടിക്കുന്ന വാർത്തകൾ പോലും പുറത്തു വരുന്നുണ്ട്. ഇത് ശരിക്കും അവരുടെ പൗരാവകാശത്തെ നിഷേധിക്കുന്നതായിട്ടാണ് പസ്മന്ത മുസ്ലിങ്ങൾ കരുതുന്നത്. അവരിൽ 29.9% പിന്നോക്കത്തിൽ ഉൾപ്പെട്ടവരാണ്. സംസ്ഥാനത്തെ ജനസംഖ്യയിൽ 17.7% മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യകക്ഷികൾക്കും മുസ്ലിം സമുദായത്തിനു മേലുള്ള സ്വാധീനം തകർക്കാനുള്ള BJP സൂത്രത്തിനുള്ളിൽ പസ്മന്തകൾക്കുള്ള സ്ഥാനം വ്യക്തമാണ്. മോദിയുടെ തെരഞ്ഞെടുപ്പ് സൂത്രത്തിലെ ഞെളിപിരി കൊള്ളൽ BJPയുടെ കണക്കുകൂട്ടലുകളെ മുഴുവൻ താറുമാറാക്കിയിരിക്കുകയാണ്. പസ്മന്ത മുസ്ലിങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥ മുതലെടുത്ത് അവരുടെ സംരക്ഷകരായി സ്വയം അവതരിക്കാനുള്ള മോദിയുടെയും BJPയുടെയും കുറെ നാളത്തെ ശ്രമങ്ങളാണ് പെട്ടെന്ന് ഇല്ലാതായത്. രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ കനത്ത പിന്നോക്കാവസ്ഥയുടെ തനിരൂപം വിരമിച്ച ജസ്റ്റിസ് രജീന്ദർ സച്ചാർ വരച്ചു കാണിക്കുന്നുണ്ട്. ബീഹാർ ഉൾപ്പെടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പസ്മന്ത മുസ്ലിങ്ങളുടെ ജീവിത സാഹചര്യം ആദിവാസി ദളിത് ജനവിഭാഗങ്ങളുടേതിനേക്കാൾ അതിദയനീയമാണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വിദ്യാഭ്യാസം, ഉദ്യോഗം, രാഷ്ട്രീയ പ്രാതിനിധ്യം അങ്ങനെ യാതൊരു പുരോഗതിയും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, അതിനുവേണ്ടി ആത്മാർത്ഥമായ ഒരു പരിഹാര മാർഗത്തിന് ശ്രമിക്കുക പോലും BJP ഭരണകൂടം ശ്രമിച്ചിട്ടില്ല.